വെൽക്കം ടു മൈ ചാനൽ ദ ലേഡി പ്രോഫറ്റ്. ഇന്നത്തെ റീഡിംഗ് 2025 നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും, സാമ്പത്തികമായിട്ട് പുരോഗതി വരുമോ, കരിയറിൽ എന്തെങ്കിലും ചേഞ്ച് വരുമോ എന്നൊക്കെയുള്ള റീഡിംഗ് ആണ്. ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ വാലിഡ് ആയിരിക്കും. കാർഡ്സ് നോക്കാം. In soulmates, not for you, happy, orphaned. ബോട്ടം ഓഫ് ദ ഡക്ക് ഡീപ്പ് നോയിങ് ആണ് വന്നിരിക്കുന്നത്. ത്രീ ഓഫ് പെൻഡക്കിൾ, High Priestess, Four of Wands, King of Swords, Four of Swords, Moon. ബോട്ടം ഓഫ് ദ കിങ് ഓഫ് വോൺസ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ ഫസ്റ്റ് വന്നിരിക്കുന്നത് ഇന്നുള്ള കാർഡാണ്. അതുപോലെ സോൾമേറ്റ്സ്, നോട്ട് ഫോർ യു, ഹാപ്പി, ഓർഫൻഡ്. ഈ എന്ന് പറയുന്നത് എപ്പോഴും ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. അതായത് നമ്മുടെ ഫെമിനൈൻ എനർജിയാണ് എന്ന് പറയുന്നത്. ഇൻ, അതായത് ഫെമിനൈൻ മാസ്കുലൈൻ എനർജിയാണ്. അതിൽ ഇവിടെ ഫെമിന എന്നുള്ള ഇന്നാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം സോൾമേറ്റ്സും വന്നിട്ടുണ്ട്. ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒഴുക്കിനനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. അതായത് ഒരു തീരുമാനങ്ങൾ എടുക്കേണ്ട, ഒരു ആകൃതിയെ കാണിക്കുന്നതാണ്. അതായത് ആകൃതിയെ നിങ്ങളവിടെ ചിട്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. അതായത് നിങ്ങളുടെ ലൈഫിനെ നിങ്ങൾ ഇന്ന രീതിയിൽ കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയർ അതാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ അതിനെ നിങ്ങളായിട്ട് ഒരു ആകൃതി അതിൽ കൊടുത്തിട്ടുണ്ടാവാം. അതായത് ഒരു ആകൃതി മീൻസ് ഇവിടെ ഞാൻ പറയുന്നത് നിങ്ങളൊരു തീരുമാനം എടുത്ത് ആ തീരുമാനത്തിൽ എൻ്റെ കരിയർ ഇങ്ങനെ വേണം, എനിക്ക് സാമ്പത്തികമായിട്ട് ഒരു മാസം ഇത്ര എനിക്ക് ചിലവ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇത്ര സമ്പാദിക്കാൻ പറ്റണം, അങ്ങനെ ഒരു പ്ലാനിങ് നിങ്ങൾക്കുണ്ടാവാം. പക്ഷേ ആ പ്ലാൻ അവിടെ ഒഴിവാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കാരണം നിങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു ജോലിയിലായിരിക്കില്ല നിങ്ങൾ എത്തേണ്ടത്. അതല്ല, നിങ്ങൾ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്ന ഒരു സാമ്പത്തിക അവസ്ഥയിലായിരിക്കില്ല നിങ്ങൾ എത്തേണ്ടത്. ദൈവത്തിന് നിങ്ങളുടെ മേലെ ഒരു പ്ലാൻ ഉണ്ടാവാം. അത് നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തായിരിക്കും ആ പ്ലാൻ ഉണ്ടാവുക. നിങ്ങളൊരു ചെറിയ ജോലിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ എത്രയോ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ എത്രയോ ഇരട്ടി വരുമാനമുള്ള ഒരു ജോലിയായിരിക്കാം ദൈവം നിങ്ങൾക്ക് തരാൻ വേണ്ടി വച്ചിരിക്കുന്നത്. അതല്ലെങ്കിൽ നിങ്ങളൊരു അന്നന്നത്തെ ചെലവ് കഴിഞ്ഞ് പോവുക എന്ന് ഉദ്ദേശിക്കുകയാണെങ്കിൽ അതിനപ്പുറം ഒരു സമ്പാദ്യം വേണം എന്നുള്ള രീതിയിലായിരിക്കും ദൈവം നിങ്ങളെ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെയാണോ പ്ലാൻ ചെയ്ത് വച്ചിരിക്കുന്നത് ആ ഒരു പ്ലാനിങ് ഒക്കെ അവിടെ ബ്രേക്ക് ചെയ്തിട്ട് നിങ്ങൾ ലൈഫിൻ്റെ ഫ്ലോ അനുസരിച്ചിട്ട് പോവാൻ ാണ് പറയുന്നത്. അതായത് ഫെമിനൈൻ എനർജീൻ്റെ ഒഴുക്ക് തടസ്സപ്പെട്ട് നിൽക്കുകയാണ് എന്നുള്ളതാണ് കാണാൻ പറ്റുന്നത്. അത് ഒന്ന് ഫ്ലോയിൽ വരാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ തീരുമാനങ്ങളും ഒക്കെ മാറ്റണം എന്നുള്ളതാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് മേലെ വലിയ എന്തെങ്കിലും പ്ലാൻ യൂണിവേഴ്സിനുണ്ടാവാം. അതിന് തടസ്സമായിട്ട് നിങ്ങളുടെ ഈ തീരുമാനങ്ങൾ, നിങ്ങളുടെ ഈ ഒരു ഉറപ്പുള്ള ഒരു എന്തോ ഒന്ന് അവിടെ തടസ്സമായിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അത് മാത്രമല്ല, നെക്സ്റ്റ് ഇവിടെ സോൾമേറ്റ്സ് ആണ് വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് മറ്റുള്ളവരെ നിങ്ങളിൽ വർക്ക് ചെയ്യാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവർക്ക് നിങ്ങളുടെ മേലെ ഒരുപാട് സ്വാതന്ത്ര്യം കൊടുക്കുക എന്നല്ല, മറ്റുള്ളവരിൽ ഈ സമയത്ത് നിങ്ങളിലേക്ക് എന്തോ ഒന്ന് ചെയ്യാനുണ്ട്, അതിനെ ഒഴുകാൻ സമ്മതിക്കുക. ആ മറ്റുള്ളവരെ
മറ്റുള്ളവരുടെ ആ ഒരു എനർജിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എനർജിയിൽ ഒരു വേരിയേഷൻ വരാനുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്കുള്ളിൽ എന്തെങ്കിലും ഒരു ക്രിയേറ്റീവായിട്ടുള്ള ഐഡിയയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയ ആശയം ഒക്കെ ഓപ്പൺ അപ്പ് ആയിട്ട് വരുന്നത് ഈ മറ്റുള്ളവർ വഴിയായിരിക്കാം. അതുകൊണ്ട് ഇൻട്രാക്ഷൻ ഇവിടെ നല്ല രീതിക്ക് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് സോൾമേറ്റ്സ് എന്നുള്ളൊരു കാർഡ് വന്നതുകൊണ്ട് തന്നെ ഈ സമയത്ത് നല്ല ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വരാനുള്ള ചാൻസും ഉണ്ട്. അതുവഴി നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച വരാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഡോറ് നിങ്ങളുടെ മുന്നിൽ ഓപ്പൺ അപ്പ് ആയിട്ട് വരാനുള്ള ചാൻസും ഉണ്ട്. ഇവിടെ സോൾമേറ്റിൻ്റെ നമ്പർ വന്നിരിക്കുന്നത് 41 ആണ്. 4+1 = 5 ആണ് വരുന്നത്. അപ്പോൾ 5 എന്ന് പറയുമ്പോൾ പാതിയാണ്, 10ൻ്റെ പാതിയാണ്. 10 പറയുന്നത് ഒരു കംപ്ലീഷനെ കാണിക്കുന്നതാണ്. അതായത് 10 എന്നുള്ളത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾക്ക് ഇപ്പോൾ ഒരാളുടെ ഒരു എനർജി കൂടി ആവശ്യമുണ്ട് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. അതാണ് ബാക്കി 5 അവിടെ സോൾമേറ്റ് എന്നുള്ള ഇതിൽ വന്നിട്ടുള്ളത്. ഒരു 5 നിങ്ങളിലാണെങ്കിൽ ബാക്കി 5 മറ്റൊരാളിലാണ് എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ആരെങ്കിലും ഒരാൾ നിങ്ങൾക്ക് ഹെൽപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നല്ലതിന് വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അതിൻ്റെ ഫ്ലോനനുസരിച്ചിട്ട് വിടുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. മറ്റുള്ളവർക്കും നിങ്ങളുടെ ലൈഫിൽ ഒരു പരിഗണന കൊടുക്കുക എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ലൈഫിൽ നിന്നുള്ള ഈ ഒരു കരിയറിൻ്റെ ആ ഒരു സിറ്റുവേഷനിൽ. പിന്നെ നോട്ട് ഫോർ യു എന്ന് പറയുന്നൊരു കാർഡ് വന്നിട്ടുണ്ട്. അത് കാണിക്കുന്നത് പലതും നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നിയേക്കാം. പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ട് അതൊക്കെ നിങ്ങൾക്ക് നഷ്ടത്തിൽ വന്നിട്ടുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. നോട്ട് ഫോർ യു നിങ്ങൾക്കുള്ളതല്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങളിലേക്ക് വരുന്നത്. അതായത് നിങ്ങൾക്കുള്ളതാണെന്ന് കരുതി നിങ്ങൾ ഒരുപാട് പ്രയത്നിച്ചിട്ടുണ്ടാവാം അതിന് വേണ്ടിയിട്ട്. പക്ഷേ അതിൻ്റെ ഒരു എൻഡ് റിസൾട്ട് എന്ന് പറയുന്നത് നോട്ട് ഫോർ യു എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇത് നിങ്ങൾക്ക് ഇല്ല എന്നുള്ള രീതിയിൽ അത് വിധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലായിരിക്കാം നിങ്ങൾ ചെയ്യുന്നതിൻ്റെ പല കാര്യങ്ങളും നെഗറ്റീവ് റിസൾട്ടായിട്ടായിരിക്കാം വരുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആ ഒരു തീരുമാനങ്ങളെ മാറ്റുക. അതായത് നിങ്ങൾ എടുത്ത തീരുമാനം, എനിക്ക് ഇങ്ങനെയൊക്കെ ആവണം, ഇന്ന ജോലി ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാറ്റി നിർത്തുക. കാരണം നിങ്ങൾ വിചാരിക്കുന്നതിനും അപ്പുറത്താണ് ദൈവത്തിന് നിങ്ങളുടെ മേലെയുള്ള തീരുമാനം. അപ്പോൾ അതിൻ്റെ ഫ്ലോന് അങ്ങ് വിടുക. അതുകൊണ്ടാണ് ഇവിടെ നോട്ട് ഫോർ യു എന്ന് പറയുന്ന കാർഡ് വന്നിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇപ്പോൾ ഉള്ള തീരുമാനം എന്താണോ, എടുത്തു വച്ചിരിക്കുന്ന തീരുമാനം, ആകണമെന്ന് വിചാരിക്കുന്ന തീരുമാനം, അത് നിങ്ങൾക്കുള്ളതല്ല, അതിനും മുകളിലാണ് നിങ്ങളുടെ മേലെ ദൈവത്തിനുള്ളത് എന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ഹാപ്പി എന്നുള്ള കാർഡ് നോട്ട് ഫോർ യുവിന് ശേഷം വന്നിരിക്കുന്നത്. അത് കാണിക്കുന്നത് ആ ഒരു ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങളെ അത്രയും ഹാപ്പിനെസ്സിലോട്ടേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് കാണിക്കുന്നത്. നോട്ട് ഫോർ യുവിന് ശേഷം ഹാപ്പി എന്ന് വരാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്ന് വരെയും പല കാര്യങ്ങളും ചെയ്തിട്ട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം, അത് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അത് നിങ്ങളെ കൊണ്ടുചെന്ന് എത്തിക്കുന്നത് ഹാപ്പി എന്നുള്ള കാർഡിലാണ്. അതായത് നിങ്ങൾക്ക് അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസും അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലും നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ചെറിയ കാര്യങ്ങൾ നിങ്ങൾക്ക് നടക്കാത്തത്. അതാണ് ഇവിടെ ഈ ഒരു 2 കാർഡ് ഒരുമിച്ച് വരാനുള്ള കാരണം. അതിനുശേഷം ഓർഫൻഡ് എന്ന് പറയുന്ന ഇത് വന്നിട്ടുണ്ട് കാർഡ്. അത് കാണിക്കുന്നത് നിങ്ങളൊരു സമൂഹത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഫാമിലീൻ്റെയോ പേരിൽ അറിയപ്പെടുന്നുണ്ടാവാം. ഇന്ന നാട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ടാവാം. അതല്ലെങ്കിൽ ഇന്ന ഫാമിലിയിലുള്ള ആൾ എന്ന് പറഞ്ഞിട്ടായിരിക്കാം നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഉണ്ടാവുന്നത്. ഇനി അങ്ങനെയല്ല അറിയപ്പെടേണ്ടത്. അതായത് ഐഡൻറ്റിറ്റി, ഈ ഓർഫൻഡ് എന്ന് പറയുമ്പോൾ മെയിൻ ഐഡൻറ്റിറ്റീനെ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ ഐഡൻറ്റിറ്റിയിലാണ് അവിടെ മാറ്റങ്ങൾ വരുന്നത്. അതായത് ഇത്രയും കാലം നിങ്ങളുടെ ഫാമിലിയിൽ ആരെയെങ്കിലും പേരിലായിരിക്കാം, അച്ഛൻ്റെ പേരിലോ അമ്മേൻ്റെ പേരിലോ അല്ലെങ്കിൽ കുടുംബപരമായിട്ടുള്ള പേരിലോ അല്ലെങ്കിൽ നാടിൻ്റെ പേരിൽ അങ്ങനെയാണ് നിങ്ങൾ അറിയപ്പെടുന്നതെങ്കിൽ ഇനി നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി വരാൻ പോകുന്നു. ഇനി നിങ്ങളുടെ പേരിലായിരിക്കാം ആൾക്കാർ അറിയപ്പെടുന്നത്. മീൻസ് ഇന്ന ആളുടെ നാടാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ വീടാണ്, ഇന്ന ആളുടെ അമ്മ അല്ലെങ്കിൽ ഇന്ന ആളുടെ അച്ഛൻ അല്ലെങ്കിൽ സിബ്ലിങ്സ്, ആ ഒരു രീതിയിൽ മറ്റുള്ളവരുടെ പേരിലോ മറ്റൊന്നിൻ്റെ പേരിലോ അറിയപ്പെടുന്ന നിങ്ങൾ ഇനി നിങ്ങളുടെ പേരിൽ മറ്റൊന്ന് അറിയപ്പെടുന്നു എന്നുള്ള രീതിയിൽ വരും. ഇന്ന ആളുടെ വീട് അല്ലെങ്കിൽ ആ വീട്ടിലുള്ള ആളാണ് ഈ ആൾ എന്നുള്ള രീതിയിലല്ലാതെ ഇന്ന ആളുടെ വീട് എന്നുള്ള രീതിയിലായിരിക്കാം അറിയപ്പെടുന്നത്. അങ്ങനെ ഒരു ഐഡൻറ്റിറ്റിയിൽ ഒരു മാറ്റം വരുന്നതായിട്ടും നിങ്ങളുടെ പേരിൽ അറിയപ്പെടുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇതിലോട്ടേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങളെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലവും നോട്ട് ഫോർ യു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. നിങ്ങളുടേതല്ല എന്നുള്ള രീതിയിൽ പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടാവാം. അതൊക്കെ ഈ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങളെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതൊരു കരിയർ റീഡിംഗ് ആയതുകൊണ്ട് ഇവിടെ നിങ്ങളുടെ ജോലിപരമായിട്ട് വരുന്നത് കൊണ്ടും നിങ്ങളുടെ സോളാർ പ്ലക്സിൻ്റെ ഒരു ഐഡൻറ്റിറ്റി എന്നുള്ള ഒരു രീതിയിലൊക്കെ ഇത് വരുന്നുണ്ട്. അതായത്
ഒരു ജോലി സംബന്ധമായിട്ട് നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ആകാൻ പോകുന്നു, അല്ലെങ്കിൽ സാമ്പത്തികപരമായിട്ട് ഒരു ഐഡൻറ്റിറ്റി മാറി വരുന്നു എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ കാർഡ് വരുന്നത്. പിന്നെ ഇതിലൂടെ നിങ്ങളെ ഒരുപാട് ആഴത്തിൽ മനസ്സിലാക്കുന്നു എന്നുള്ളതും കൂടി വരുന്നുണ്ട്. നിങ്ങൾക്കൊരു ഐഡൻറ്റിറ്റി വരുന്നു, നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറി വരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ഡീപ്പായിട്ട് നിങ്ങളെ തിരിച്ചറിയാനുള്ള ഒരവസരം കൂടിയാണ് നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് വരുന്നത്, ഈ ഒരു 2025 വരുന്നത്. അപ്പോൾ ഒരുപാട് നിങ്ങൾ പോലും മനസ്സിലാക്കാത്ത പല കഴിവുകളും നിങ്ങൾക്കുള്ളിൽ നിന്ന് വരുന്നുണ്ടാവാം. അത് നിങ്ങൾ പോലും ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഇപ്പോഴായിരിക്കാം നിങ്ങളത് തിരിച്ചറിയുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മൂൺ കാർഡ് അതാണ് കാണിക്കുന്നത്. മറഞ്ഞു കിടക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും. അത് നിങ്ങളുടെ പാഷനാണ് എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരിക്കാം. പക്ഷെ അതല്ല, അതിനും അപ്പുറത്ത് നിങ്ങൾക്ക് എന്തോ ഒരു ടാലൻറ്റ് ഉണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ പോലും അറിയാത്ത, നിങ്ങളിൽ മറഞ്ഞു കിടക്കുന്നതായിട്ടുള്ള എന്തോ ഒരു കാര്യം, ടാലൻറ്റ് നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ ആയിട്ട് വരും എന്നുള്ളത് കാണിക്കുന്നുണ്ട്. ഒരു സ്റ്റെബിലിറ്റിയാണ്, സാമ്പത്തികപരമായിട്ടൊരു സ്റ്റെബിലിറ്റിയാണ് വരുന്നത്. ഫോർ ഓഫ് വോൺസ് ആ ഒരു സ്റ്റെബിലിറ്റിയെ കാണിക്കുന്നതാണ്. മാത്രമല്ല നിങ്ങൾക്ക് സ്പിരിച്വൽ ഗ്രോത്ത് വരുന്നതായിട്ടും ഈ ഒരു സ്പ്രെഡിൽ വന്നിട്ടുണ്ട്. നല്ല രീതിക്ക് ഒരു സ്പിരിച്വൽ എനർജി നിങ്ങളിൽ കൂടുന്നത് കൊണ്ടായിരിക്കാം ഈ ഒരു ഐഡൻറ്റിറ്റി മാറി വരുന്നതായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, ഓർഫൻഡ് എന്ന് പറയുന്ന കാർഡിൽ നിങ്ങൾക്ക് ഐഡൻറ്റിറ്റി മാറി വരുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നിങ്ങളുടെ അത് സോളാർ പ്ലക്സ് ചക്രയായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ട് ഇവിടെ ഈ ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾക്ക് ഈ ഒരു ഭൂമിയിൽ ഒരു ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തക്ക രീതിയിൽ നിങ്ങളുടെ ആ ഒരു ചക്ര ആക്ടിവേറ്റ് ആയിട്ട് വരുന്നുണ്ട്. അത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് വഴിയാണ് അങ്ങനെ വരുന്നത്. പിന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു വർഷം നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് കൂടിച്ചേർന്ന് ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളും കൂടി കാണിക്കുന്നുണ്ട്. അതാണ് ഇവിടെ 3 ഓഫ് പെൻറ്റക്കിളും സോൾമേറ്റ്സ് എന്ന് പറയുന്ന കാർഡും വന്നിരിക്കുന്നത്. മറ്റുള്ളവരുമായിട്ട് നിങ്ങൾ ഇടപഴകുമ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും ഓപ്പൺ അപ്പ് ആയിട്ട് വരും. മേ ബി ആ സമയത്തൊക്കെ ആയിരിക്കാം നിങ്ങൾക്ക് ഹിഡൻ ആയിട്ട് നിൽക്കുന്ന നിങ്ങളുടെ ടാലൻറ്റുമായിട്ട് കണക്റ്റ് ആവാൻ പറ്റുന്നത്. ഇവിടെ കിങ് ഓഫ് വോൺസ് ആണ് ഓവറോൾ എനർജി വന്നിരിക്കുന്നത്. അതും കാണിക്കുന്നത് നിങ്ങളുടെ പാഷനെയാണ്. നിങ്ങൾക്കുള്ളിലെ എന്തോ ഒരു പാഷൻ നിങ്ങൾക്കുള്ളിൽ ഓപ്പൺ ആയിട്ട് വരാനുണ്ട്. അത് അത്രയും കാലം ഹൈഡായിട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു അഗ്നിയെ കാണിക്കുന്ന, വോൺസ് എനർജി എന്ന് പറയുന്ന അഗ്നിയാണ്. അപ്പോൾ ഈ ഒരു സ്പ്രെഡിൽ അവിടെ ലയണിങ് കാണാം, അഗ്നിയെ കാണാം. ഈ ലയൺ രണ്ടും ഒരു സ്ട്രെങ്ത്തിനെ കാണിക്കും. അതുമാത്രമല്ല, ഒരു അഗ്നി എന്ന് പറയുമ്പോൾ ആ ഒരു പാഷനെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് മുന്നിൽ ഓപ്പൺ അപ്പായിട്ട് വരാത്ത ആ ഒരു നിങ്ങളുടെ ഉള്ളിലെ ആ പാഷൻ നിങ്ങൾക്ക് ഓപ്പൺ അപ്പായി വരികയും അതുവഴി നിങ്ങൾ ഭയങ്കര സ്ട്രെങ്ത്തിൽ മുന്നോട്ടേക്ക് പോകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. സാമ്പത്തിക സ്ഥിരത ഇവിടെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. മാത്രമല്ല, നിങ്ങൾ ഇതുവരെയും ചെയ്യാത്ത എന്തെങ്കിലും കാര്യം നിങ്ങൾ ചെയ്യുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ആ ഒരു ഇതിലൂടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു ഐഡൻറ്റിറ്റി, നിങ്ങളുടെ ഇത്രയും കാലമുള്ള ഐഡൻറ്റിറ്റി മാറി വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരു സൈക്കിൾ എൻഡായിട്ട് പുതിയൊരു സൈക്കിൾ വരുന്നതായിട്ട് 4 ഓഫ് സോൺസ് അതാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയും കാലം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊന്നും നിങ്ങൾ ഓർത്ത് ബോധേഡാവേണ്ട ആവശ്യമില്ല. അതൊക്കെ നഷ്ടപ്പെടേണ്ട സംഭവങ്ങൾ തന്നെയായിരുന്നു, എത്തിച്ചേരേണ്ട സ്ഥലമല്ല അത്. അതുകൊണ്ടാണ് ചെയ്യുന്ന കാര്യങ്ങളൊന്നും നല്ല രീതിക്ക് വരാത്തത്. നിങ്ങൾക്ക് മേലെ ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തുള്ള തീരുമാനമായിട്ടാണ് കാണിക്കുന്നത്. കരിയറിൽ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ വരുന്നുണ്ട്. അത് മറ്റൊരാൾ മുഖേനയാണ് ആ മാറ്റങ്ങൾ വരുന്നത് എന്നുള്ളതും കൂടി കാണിക്കുന്നുണ്ട്. സ്ഥിരത വരുന്നുണ്ട് സാമ്പത്തികമായിട്ട്. ഇതൊക്കെയാണ് ഈ വർഷത്തെ നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യത്തിൽ, അല്ലെങ്കിൽ കരിയർ പരമായിട്ടുള്ള കാര്യത്തിൽ വരുന്ന റീഡിംഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.